അടുത്ത ചോദ്യം മുസ്തഫ തെൻബീറിനോടാണ്. ചോദ്യകർത്താവിന്റെ അഭാവത്തിൽ മാത്രമേ രാഹുൽ ഈശ്വറിനോടുള്ള ചോദ്യം പരിഗണിക്കുകയുള്ളൂ. എന്റെ പേര് മങ്കട. നമ്മൾ സംസാരിക്കുന്നത് വർണ്ണത്തെ കുറിച്ചും ജാതിയെ കുറിച്ചൊക്കെയാണല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ഓതി വെച്ച ആയത്ത് ജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഇസ്ലാമിലും ഈ വർണ്ണവുമായി ബന്ധപ്പെട്ട വ്യത്യാസം ഇല്ലേ, അല്ലെങ്കിൽ ജാതീയതയുമായി ബന്ധപ്പെട്ട വ്യത്യാസമില്ലേ എന്നുള്ളത്? പേര് ഒന്ന് പറയാം. എന്റെ പേര് മുജീബ് റഹ്മാൻ, മങ്കട. ബഹുമാനനായ സുഹൃത്ത് മുജീബ് ചോദിച്ചത്, പരിശുദ്ധ ഖുർആനിൽ മനുഷ്യർ ഗോത്രങ്ങളും വർഗങ്ങളുമെല്ലാമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥം. മനുഷ്യർ ഗോത്രങ്ങളും വർഗങ്ങളുമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തെയല്ല നമ്മൾ നിഷേധിക്കുന്നത്. മനുഷ്യർക്കിടയിൽ പാവപ്പെട്ടവരുണ്ട്, മനുഷ്യർക്കിടയിൽ തൊഴിലാളികളുണ്ട്, മനുഷ്യർക്കിടയിൽ സമ്പന്നരുണ്ട്, മനുഷ്യർക്കിടയിൽ പ്രഭു കുടുംബങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ ജനിച്ചവരുണ്ട്, അടിസ്ഥാന വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരിൽ ജനിച്ചവരുണ്ട്. ലോകത്ത് വ്യത്യസ്ത രീതികളിൽ അടിമ സമ്പ്രദായം നിലനിന്നിട്ടുണ്ട്, അടിമകൾ ഉണ്ടായിട്ടുണ്ട്, ഉടമകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത ജാതികളിൽ ജനിച്ചവരുണ്ടായിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണുന്നു. മനുഷ്യർ എല്ലാവരും ഒരേ ഭൗതിക സാഹചര്യങ്ങളിൽ ജനിച്ചവരല്ല. പക്ഷേ ആ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ ദൈവദൂതന്മാർ നമ്മളോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, വ്യത്യസ്ത ഭൗതിക സാഹചര്യങ്ങളിൽ മനുഷ്യർ ജനിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ അങ്ങനെ മനുഷ്യർ ജനിക്കുന്നത് അവരാരെങ്കിലും ഉന്നതരായതുകൊണ്ടോ ആരെങ്കിലും അധമരായതുകൊണ്ടോ അല്ല. ഏതെങ്കിലും പ്രത്യേകമായ ഭൗതിക സാഹചര്യത്തിൽ ജനിച്ചവർക്ക് ഔന്നത്യമോ ഏതെങ്കിലും പ്രത്യേകമായ ഭൗതിക സാഹചര്യത്തിൽ ജനിച്ചവർക്ക് അധമത്വമോ ഇല്ല. അവർ ഏതെങ്കിലും ഒരാൾ ഒരു പ്രത്യേക ഭൗതിക സാഹചര്യത്തിൽ ജനിക്കുന്നത് അയാളുടെ മുജ്ജന്മ പാപം കൊണ്ടോ മുജ്ജന്മ സുഹൃതം കൊണ്ടോ അല്ല. മനുഷ്യർ അവരുടെ ആദ്യത്തെ ജന്മമാണ് ഭൂമിയിൽ അനുഭവിക്കുന്നത്. അവരെല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളായി ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പരന്ന മനുഷ്യ സഹസ്രങ്ങളുടെ മക്കളായി ഭൂമിയിൽ പിറന്നു വീഴുന്നവരാണ്. അവരെല്ലാവരും ഒരേപോലെ പിറന്നവരാണ്. പിന്നെ മനുഷ്യർക്കിടയിൽ ഔന്നത്യവും അധമത്വവും ഇല്ലേ? തീർച്ചയായും ഉണ്ട്. ഔന്നത്യവും അധമത്വവും ഇല്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുക? അത് നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടാണ്, നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടാണ്, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്ന വിശുദ്ധി കൊണ്ടാണ് നിങ്ങൾക്ക് ഔന്നത്യം ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം പടച്ചിരിക്കുന്നത്. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളായി നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടുന്ന അടയാളങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഔന്നത്യം ഇന്ന അക്റബക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ഏറ്റവും ഔന്നത്യമുള്ള ആൾ എന്ന് പറയുന്നത് ഇൻദല്ലാഹി അത്ഖാക്കും, ദൈവസന്നിധിയിൽ ജീവിത വിശുദ്ധിയുള്ളയാളാണ്. ആ ജീവിത വിശുദ്ധിക്കാണ് അള്ളാഹുവിന്റെ കോടതിയിൽ പരിഗണനയുള്ളത്, ദൈവത്തിന്റെ കോടതിയിൽ പരിഗണനയുള്ളത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉന്നത കുലജാതർ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുകൾ അവർ ദൈവത്തിന്റെ ശിരസിൽ നിന്ന് പടക്കപ്പെട്ടവരും താഴ്ന്നവർ കാലിൽ നിന്ന് പടക്കപ്പെട്ടവരുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഏതെങ്കിലും കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ആരെങ്കിലും ഉന്നതരാകുമെന്നോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നോ അവർക്ക് ഭൗതിക ലോകത്ത് പ്രത്യേകമായ പരിഗണനകൾ ഉണ്ടാകുമെന്നോ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. മറിച്ച് ഇതെല്ലാം കേവലം ഭൗതികമായ നിങ്ങളെ പരസ്പരം നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ്. ആ വ്യത്യാസങ്ങൾ ഒരിക്കലും ദൈവം നിങ്ങൾക്ക് മേൽ, നിങ്ങളുടെ ജന്മത്തിന്റെ മേൽ ഉണ്ടാക്കിയ അധമത്വമോ ഔന്നത്യമോ അല്ല. നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഔന്നത്യവും അധമത്വവും നേടിയെടുക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 23 വർഷക്കാലം നീണ്ടുനിന്ന പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹിജ്റ 8-ാം വർഷം മക്ക വിജയമുണ്ടായപ്പോൾ, മക്ക പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാര പരിധിക്ക് കീഴിലുള്ള ഒരു ഭൂപ്രദേശമായി മാറിയപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ആളുകൾ, ആ ആളുകളെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകളായി മാറിയ സമയത്ത് അന്ന് കഅബയിൽ വെച്ച്
വെച്ച് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ബാങ്ക് വിളിക്കുവാൻ അവിടെ തൊലിവെളുത്ത അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അവരെല്ലാവരും ഉണ്ടായിട്ടും കറുത്ത തൊലിയുള്ള നീഗ്രോ വംശജനായ അടിമ വംശജനായ മക്കയിൽ അടിമ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ബാങ്ക് വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുമ്പോൾ അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗവൽക്കരിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ വെളുത്തവനുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ കറുത്തവനുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അറബിയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അനറബിയുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു മഹത്വവുമില്ല ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണ്, നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ്. നിങ്ങളുടെ പിതാവാകട്ടെ ആദ്യ പിതാവായ ആദമാണ്, നിങ്ങൾക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമത്വത്തിന്റെ വലിയ പ്രഘോഷണങ്ങളായി ലോകത്തിന് മുന്നിൽ വന്നു നിറഞ്ഞത്. ഈ തരത്തിലുള്ള സാമൂഹികമായ വിവേചനങ്ങളെ മതപരമായി തന്നെ നിരാകരിക്കുകയും അത്തരം ഉച്ചനീചത്വങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ദൈവദൂതൻ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപാടുകളുടെ വെളിച്ചത്തിൽ സന്നദ്ധനാവുകയായിരുന്നു. നമ്മൾ പരിശോധിക്കുക, എന്താണ് ഒരു മുസ്ലിം പള്ളിയിൽ സംഭവിക്കുന്നത്. മുസ്ലിം പള്ളിയിൽ 5 സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടെ നമസ്കരിക്കുവാൻ വേണ്ടി നാനാതരം മനുഷ്യർ കടന്നു വരുന്നു. അവരിൽ ഓരോ കാലഘട്ടം വെച്ച് നമ്മൾ പറഞ്ഞാൽ അടിമയുണ്ട്, ഉടമയുണ്ട്, രാജാവുണ്ട്, പ്രജയുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, തൊഴിലാളിയുണ്ട്, മുതലാളിയുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, അവരെല്ലാവരും ഏകോദര സഹോദരങ്ങളായി തോളോട് തോൾ ചേർന്ന് നിന്ന് യാതൊരുവിധ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതെ പ്രപഞ്ച സ്രഷ്ടാവിന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഇസ്ലാം പറയുന്ന മാനവ സാഹോദര്യം. നിങ്ങൾ പണക്കാരനാണോ, പടച്ചവനത് നോട്ടമില്ല. നിങ്ങൾ പണിക്കാരനാണോ, അത് പടച്ചവന്റെ വിഷയമല്ല. നിങ്ങൾ കറുത്തവനാണോ, വെളുത്തവനാണോ, സുന്ദരനാണോ, വിരൂപനാണോ, ഇതൊന്നും പടച്ചവന്റെ വിഷയമല്ല. നിങ്ങൾക്ക് പടച്ചവനെ പേടിയുണ്ടോ എന്നതാണ് പടച്ചവന്റെ വിഷയം. അവിടെ പള്ളിയിൽ ആദ്യം എത്തുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായ കൂലിവേല ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനാണ് പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും അവസാനം കടന്നു വരുന്നത് രാജ്യത്തെ ഭരണാധികാരിയാണെങ്കിൽ ആ പള്ളിയിൽ അണികളിൽ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുന്നത് അദ്ദേഹമാണ്. കാരണം ഇവിടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ് മുൻഗണനക്ക് അടിസ്ഥാനം, മഹത്വത്തിന്റെ അടിസ്ഥാനം. അതല്ലാത്ത തരത്തിലുള്ള വേർതിരിവുകളെ എല്ലാം ഇസ്ലാം നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് മക്കയിൽ ഹജ്ജ് കാലത്ത് നിങ്ങൾക്കറിയാം, വെറും കേവലം 2 കഷ്ണം തുണിയും മാത്രം ശരീരത്തിലിട്ടുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മസ്ജിദുൽ ഹറമിലെത്തി. അല്ലാഹുവേ, ഞങ്ങളെല്ലാം മനുഷ്യർ, നിന്റെ സൃഷ്ടികൾ മാത്രം, ഞങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല, ഞങ്ങളുടെ ജീവിത വിശുദ്ധി പരിഗണിച്ച് ഞങ്ങളോട് കനിയേടബേ എന്ന് പ്രഖ്യാപിക്കുന്നത് ഹജ്ജിലൂടെ മാനവ സമത്വത്തിന്റെ വിളംബരം നടക്കുന്നത്. ആ മാനവ സമത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യർക്കിടയിൽ വ്യത്യാസങ്ങളില്ല എന്നല്ല ഇസ്ലാം പറയുന്നത്. പക്ഷേ ആ വ്യത്യാസങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുകയും അതിന്റെ പേരിൽ ഔന്നത്യവും അധമത്വവും കൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിന്റെ നടുവിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ, മതപ്രബോധനവുമായി കടന്നു ചെല്ലുന്നതെങ്കിൽ, ദൈവശാസ്ത്രം ഉപയോഗിച്ച് ആ ജാതി വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പകരം അത് ഇങ്ങനെയുള്ള വിവേചനങ്ങൾക്ക് മതപരമായ അടിത്തറയില്ല എന്ന് തുറന്നു പറയുകയാണ് പ്രവാചകന്മാർ സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാവുക. ആ പ്രവാചകന്മാരുടെ കാലശേഷം കടന്നുവന്ന ദുർവ്യാഖ്യാനങ്ങളായിരിക്കും നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളുടെ അടിത്തറ എന്നാണ് വ്യക്തിപരമായി വിശ്വസിക്കുന്നത്.